ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിൻ്റെ 6th എപ്പിസോഡിലോട്ടാണ് വന്നിട്ടുള്ളത്. ഗായ്സ്, ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു ഈ ഷുഗർ കെയിൻ ഫാമിൻ്റെ. അത് കഴിഞ്ഞ് വേറൊരു വീഡിയോ ഇട്ടില്ലായിരുന്നു, ഒരു ഈ ട്രേഡിംഗ് ഹോള് വലുതാക്കുന്നു. ഈ വീഡിയോ, ആ രണ്ട് വീഡിയോസ് ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഷുഗർ കെയിൻ ഫാമിൻ്റെ വീഡിയോ ഇട്ടപ്പം ഒരു ബ്രോ എന്നോട് കമൻറ്റ് ചെയ്തു, ഒരാൾ വരുന്ന പ്ലീസാണ്. അപ്പോൾ ബ്രോ ഹായ് ബ്രോ, സർവറിൽ കേൾക്കാറുണ്ടോ? ഈ ബ്രോ ഈ ഒരു കമൻറ്റ് ഇട്ടത് നല്ലൊരു ഐഡിയ ആയിരുന്നു. ഞാനായിട്ട് എപ്പിസോഡ് ഇതിൻ്റെയൊക്കെ മണ്ടയ്ക്കായിട്ട് സൈൻ ബോർഡ് വെച്ചിട്ട് ഇവരെന്തൊക്കെ ട്രേഡായി എടുക്കുന്നതെന്നായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പണിയാൻ പോകുന്നത് ഒരു വാൾ ഓഫ് ലീവ്സ് ആണ്. അതിനകത്ത് നിങ്ങളുടെ എല്ലാവരും പേര് എഴുതി വെക്കും. ഇതാണ് ഗൈസ്. ഞാൻ അവസാനം ആ വീഡിയോ ഇട്ടപ്പോൾ 12-13 ദിവസമായിരുന്നു. അപ്പോൾ ഗൈസ് കണ്ടോ, ഞാൻ ഒത്തിരി മാറി. ഡയമണ്ട് ആർമറും ടൂൾസുമായി എല്ലാം ഇമാരുടെ അടുത്ത് നിന്നാണ് ട്രേഡ് ചെയ്തത്, ഈ വില്ലേജേഴ്സിൻ്റെ അടുത്തുനിന്ന്. പിന്നെ ഞാനൊരു ഏതൊക്കെ എൻചാൻറ്റിങ് ബുക്സാണ് വേണ്ടതെന്ന് പറഞ്ഞ് ഇവിടെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. ഈ ബുക്ക് ഞാൻ കാണിച്ചു തരാം, എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത്രയും ഞാൻ ടോട്ടൽ ഇതാക്കിയ സെലക്ട് ചെയ്തത് 24 എണ്ണമാണ്. നിങ്ങൾ വീഡിയോ പോസ് ആക്കിയിട്ട് വേണം വായിച്ചു നോക്കിയിട്ട്. നിങ്ങളുടെ പേര് അതിനകത്ത് എഴുതണമെന്നുണ്ടെങ്കിൽ, വാള പ്ലീസ് നിങ്ങളുടെ പേര് എഴുതണമെങ്കിൽ നിങ്ങൾ ആദ്യം വീഡിയോയ്ക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. നിങ്ങളുടെ പേര് എഴുതുന്നതായിരിക്കും. ഞാൻ ഈ വില്ലേജസിൻ്റെ അടുത്താണ് ട്രേഡ് ചെയ്ത ഐറ്റംസ് കാണിച്ചു തരാം. ഇത് OP ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത്. ഗോൾഡൻ ക്യാരറ്റ്, ടൂൾസ്, ആർമറ്, ഇത്രയാണ് ഇതിനകത്ത്. ഞാൻ OP ഐറ്റംസ് ആണ്. ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് എൻജോയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതല്ലേ. പിന്നെ ചെയ്ത് ടു എക്സ്പെൻസീവ് എന്ന് കാണിച്ചു. എടുക്കാൻ നേരത്ത് തന്നെ മഴ പെയ്തു. നൈറ്റ് ആകുന്നുണ്ട്. നമുക്കെന്തായാലും നമ്മുടെ കുതിരയെ എടുത്തോണ്ട് പോകാം. നിങ്ങളുടെ പേര് എഴുതാൻ നിങ്ങൾ ഫസ്റ്റ് വീഡിയോക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് കമൻറ്റ് ഇടുക. വെറൈറ്റി കമൻറ്റ് ഇടുന്നവർക്ക് നമ്മുടെ ഗ്ലോയിങ് ഇല്ലേ, അതെടുത്തിട്ട് ഇതാക്കും. ഇതിൻ്റെ മഴയൊന്നുമില്ല ഗൈസ്. ഞാൻ വേറെ കാര്യം കൂടെ പറയാം. നമ്മുടെ ഇപ്പോൾ കളിച്ചിട്ട് 312ാമത്തെ ദിവസമായി. നമുക്ക് ഞാൻ എവിടെയായിട്ടാണ് വാൾ ഓഫ് ലീവ്സ് പണിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ്. ഈ സർക്കിൾ കാണുന്ന ഇവിടെയായിട്ടാണ് ഞാൻ പണിയാൻ പോകുന്നത്. ഈ വെള്ളത്തിൻ്റെ ഇവിടെയായിട്ട് ഈ വശത്തായിട്ടാണ് ഞാൻ പണിയാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് സ്റ്റോൺ വേണം. 4 സ്റ്റാക്ക് സ്റ്റോൺ ബ്രിക്സ് വേണം. അതൊന്ന് ആദ്യം പോയി കളക്ട് ചെയ്യണം ഗൈസ്. പിന്നെ ഒത്തിരി ലീവ്സും വേണം, ഒക്കെ കളക്ട് ചെയ്യണം. നമുക്ക് ആദ്യം പോയി നമ്മുടെ മൈനിങ്ങിൻ്റെ സ്ഥലത്തു നിന്ന് പോയിട്ട് കുറച്ച് 4 സ്റ്റാക്ക് ഗൈസ്. പിന്നെ എൻ്റെ അടുത്ത് ഫോർച്യൂൺ ബ്രിക്സ് ഉണ്ട്. അത് വെച്ചിട്ടായിരുന്നു ഞാൻ ഡയമണ്ട് ഒക്കെ മൈൻ ചെയ്യാൻ പോയത്. ഇനി നമുക്ക് ഇവിടുന്ന് സ്റ്റോൺ അങ്ങ് പൊട്ടിച്ചെടുക്കാം. നമുക്ക് ടോട്ടൽ 4 സ്റ്റാക്കാണ് വേണ്ടത്. മൊത്തം കളക്ട് ചെയ്തിട്ട് നമുക്ക് കാണാം ഗൈസ്.
4 സ്റ്റാക്ക് ഇത് മൈൻ ചെയ്തു കോബിൾ സ്റ്റോണ്. പിന്നെ എക്സ്ട്രാ 3 കിട്ടി. പിന്നെ നമ്മുടെ മറ്റേ ഡയമണ്ട് പിക്കാസ് പൊട്ടിയും പോയി. ഇനി നമുക്ക് നമ്മുടെ കിട്ടിയ ഫുൾ കോബിൾ സ്റ്റോണും സ്റ്റോൺ ബ്രിക്സ് ആക്കണം. എനിക്ക് സ്റ്റോൺ ബ്രിക്സ് ആക്കുന്നതിന്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റോൺ കട്ടറിന്റെ സൗണ്ട്. നല്ല രസമാണ് ഗൈസ് ചെയ്യാൻ. നമ്മൾ ഇടുന്ന വാൾ ഓഫ് ലീവ്സിന്റെ ഇതിനകത്ത് ലീവ്സ് എന്ന് ഒത്തിരി വേണം ഗൈസ്. അതിൻ്റെ ഉള്ളിൽ ഫിൽ ആക്കാനാണ് എനിക്കിഷ്ടം. ഓക്ക് ലീവ്സ് ആണ് ഗൈസ്. സാധാരണ ഓക്കാണ് തിരഞ്ഞെടുക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് ഇവിടെയായിട്ടൊരു ഡബിൾ ചെസ്റ്റ് വെക്കണം. നമ്മുടെ ഐറ്റംസ് അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഈ സ്റ്റോൺ ബ്രിക്സ് ഒക്കെ നമുക്ക് ഇൻവെന്ററിയിലോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ഷീറിന് മുമ്പ് നമുക്ക് വേഗം പോയി പ്ലാങ്ക് എടുത്തിട്ട് അത് 2 ഡബിൾ ചെസ്റ്റ് ആക്കണം. ഞാൻ മൈനിങ്ങിന് പോയിട്ട് കിട്ടിയ ഡയമണ്ട്സ് ഉണ്ടോ? ഒരു സ്റ്റാക്ക് 17 ഡയമണ്ട്സ് 36 ആയിരുന്നു. അത് ഞാൻ ടൂൾസ് ഇതാക്കിയതാണ്. ആർമർ ഞാൻ വില്ലേജേഴ്സിന് കിട്ടാൻ ട്രേഡ് ചെയ്തതാണ്. നമുക്ക് ബാങ്ക് വുഡ് പെട്ടി ഇതാണ് നമ്മുടെ വുഡ് പെട്ടി. അതിനകത്ത് നമുക്ക് ഈ 12 വുഡ് ഞാൻ എടുക്കുന്നു. വുഡല്ല ലോഗ് ഫുള്ള് മാറിപ്പോവും ഗൈസ്. ഈ ലോഗ് ഫുള്ള് പ്ലാങ്ക് ആക്കണം. ഇത് 8 മതി. പക്ഷേ 16 വേണം ഗൈസ്. ഒരു ചെസ്റ്റ് ഉണ്ടാക്കാൻ 8 പ്ലാങ്ക്. 16 ചെസ്റ്റ് 2 ചെസ്റ്റിന് 16. ഇന്ന് നമുക്ക് കൊണ്ട് ഈ ചെസ്റ്റ് അവിടെ കൊണ്ട് വെക്കാം. നമ്മുടെ ഇൻവെന്ററി അത്യാവശ്യം നിറച്ചു വെക്കണം. ഈ സംഭവം ശ്രദ്ധിക്കണം. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ചിലപ്പോൾ ഇത് പാർട്ടായിട്ടായിരിക്കും വരുന്നത് ഗൈസ്. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ സ്റ്റോക്കിലേക്ക് വെക്കാം. നേരെ പോയിട്ട് എന്താ നമ്മുടെ ഇതില്ലേ ലീവ്സ് അത് കളക്ട് ചെയ്യണം. ഈ 3 ഷീറും പൊട്ടുന്നിടം വരെ കളക്ട് ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം ഗൈസ്. എൻ്റെ സ്പ്രൂസ് ഒക്കെ വളർന്നു. സ്പ്രൂസ് എടുക്കണോ? നമുക്ക് ഓക്ക് തന്നെ എടുക്കാം. ഓക്കാണ് കുറച്ചും കൂടെ ഭംഗി കാണാൻ ഗൈസ്. പിങ്ക് ഷേപ്പ് ഭയങ്കര റയർ ഷീപ്പാണ്. ഞാൻ തന്നെ ഡൈ അടിച്ചു കൊടുത്താണ്. നമുക്ക് ഫസ്റ്റ് ഈ മരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ സംഭവം ഓണാക്കിയിട്ടുണ്ട്. അത് കാരണമാണ് ഫർണേസിന്റെ റെസിപ്പി ഒക്കെ അൺലോക്ക് ആവും. ഈ ലീവ്സ് ഫർണേസിലിട്ട മറ്റേ ഈ കരിഞ്ഞു കിടക്കുന്ന ഇലയാവും ഒന്ന്. അതെനിക്ക് ഇപ്പോഴായിരുന്നു അറിയാവുന്നത്. എന്തായാലും ഞാൻ ഇത് മൊത്തം പൊട്ടിച്ച് അത്യാവശ്യം നല്ല രീതിക്ക് ഈ 3 ഷെയർസ് പൊട്ടുന്നിടം വരെ നമുക്ക് എന്തായാലും ഇത് പൊട്ടിക്കേണ്ടി വരും. അത് ഓഫ് ക്യാമറ ഇരുന്നിട്ട് ചെയ്യേണ്ടി വരും. അത് കാരണം ഗൈസ് മൊത്തം പൊട്ടിച്ചിട്ട് നമുക്ക് കാണാം. നമുക്ക്
നമ്മുടെ 3 ഷെയറും പൊട്ടി. നമുക്ക് ഇത്രയും കിട്ടി. 1 2 3 4 5 6 7 8 9 9 സ്റ്റാക്ക് നമുക്ക് ഓക്ക് ലീവ്സ് കിട്ടി. കൂടാതെ ഒരു ബ്രിഡ്ജ് ലീവ്സും. എൻ്റെ ഇവിടെ ഇത് കണ്ടോ, എൻ്റെ ഈ വേൾഡിലായിട്ട് ഈ വേൾഡ് ഞാൻ പണിതപ്പം ഫസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ ഓട്ടോമാറ്റിക് ചിക്കൻ ഫാം പണിത് വെച്ചായിരുന്നു. ഇവിടെ ഒരു ചെറിയ ബഗ് കാരണം ഇവന്മാരൊക്കെ പുറത്തോട്ട് ചാടുമായിരുന്നു. അതിനകത്ത് ആൾക്കാരുടെ എണ്ണം കൂടുതലായതുകൊണ്ട്. പിന്നെ ഞാൻ ഓർക്കുക എൻ്റെ കോഴികളൊക്കെ എന്ത് ചെയ്യുന്നു. ഇവിടെ സാധാരണ ഒത്തിരി കോഴികളുണ്ട്. ഞാൻ തോന്നുന്നു ഇത്രയും പേരില്ല, കുറച്ചും കൂടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഈ മരത്തിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ട്, ഞാൻ വെട്ടിയെടുത്താണ് ഗൈസ്. എല്ലാം കാണിച്ചു തരാം. ഇവിടെ ആയിട്ട് ഒരു കേവ് ഉണ്ടായിരുന്നായി. അതെ, ഇപ്പൊ താഴെയാണ് ചത്താൻ. ഇവിടെ നിൽക്കുക മാന്യമായിട്ട്. ഇതിനകത്ത് കുറച്ചും കൂടെ ഉണ്ട്. ഉമ്മാര് താഴെ വീണ ചാകത്തില്ല. ഇങ്ങനെ വെതർ ഫാളിങ് പോലെ ഇങ്ങനെ തന്നെ പൊക്കോളും ഗൈസ്. കണ്ടോ, അവിടെ 2 പേരൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഞാൻ കണ്ടോണ്ടിരിക്കുമായിരുന്നു. ഒത്തിരിയാണ് ഇതിനകത്തോട്ട് വീഴുന്നത്. ഒത്തിരിയാണോ അല്ല 11 ഒരു 2 3 ആൾക്കാരെങ്കിലും അതിനകത്ത് വീണ് താട്ടു. യെസ്, നാളെ എൻ്റെ ഞാൻ എനിക്ക് വന്ന കേവിൻ്റെ അവിടെ ഇല്ലേ, അവിടെയായിട്ട് ഈ സോംബീസിൻ്റെ കൂടെ ഇരിക്കുക. ഇവന്മാർ മുട്ടയിടുന്ന അത് പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് വേഗം പോയി ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം. ഇന്നെങ്ങാനും തീരത്തില്ലെന്ന് തോന്നുന്നു. ചിലപ്പോൾ അടുത്ത ഇത് വേണ്ടി വരും, അടുത്ത എപ്പിസോഡ്. നമ്മൾ ഇത് പണിത് കഴിഞ്ഞ അടുത്ത എപ്പിസോഡ് ഇറക്കുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് ഹാളിൻ്റെ ഇത് ഏതൊക്കെ ട്രേഡ് ആയിരുന്നു. നല്ല ഭയങ്കര കൺഫ്യൂഷൻ ആണ്. ഇതൊക്കെ വെക്കാം. അയ്യോ, നമുക്ക് ഫസ്റ്റ് ഔട്ട്ലൈൻ ആണ് വേണ്ടത്, അതെടുക്കണം. ഇതും ഇരിക്കട്ടെ. നമുക്ക് ഇവിടുന്ന് 2 സ്റ്റാക്ക് സ്റ്റോൺ ബ്രിക്സ് എടുക്കുക. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയായിട്ടാണ് ഞാൻ പണിയുന്നത്. ഇവിടുന്ന് ക്രൗച്ച് ചെയ്തിട്ട് 1 2 3. എന്നിട്ട് ഇവിടുന്ന് 1 2 അയ്യോ ഇത്ര 1 2 1 2 ചെറിയൊരു ബഗ് പറ്റിയതാണ്. പോക്കറ്റ് എഡിഷനിൽ അങ്ങനെ ഉള്ളതാണ്. പോക്കറ്റാണ് ഗൈസ്. ഇവിടുന്ന് 3 4 5 6 7 8 9 10 11 12 13 14 15. അവിടെ സെയിം ആയിട്ട് 15 ചെയ്യണം. 20/15 ആണ്. വീണ്ടും അതുപോലെ തന്നെ 15 ആണ്. 1 2 അവിടെ വരെ റീച്ച് ആവുമോന്നറിയില്ല. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. 15 ഇടം വെച്ചിട്ടുണ്ട്. അവിടെ കണ്ടോ ഒരു നീല കളറ്? അതെന്താണെന്ന് അറിയാവോ നിങ്ങൾക്ക്? മറ്റേ സാധാരണ വെള്ളത്തിൻ്റെ ഇടയിൽ എന്തോ സംഭവം ആകുമ്പോൾ സീക്കകത്ത് കടലിനകത്താകുന്നതാണ്. ഈ സംഭവം നമുക്ക് അവിടെ വരുത്താൻ പറ്റും. നമുക്ക് ബോൺവീൽ എടുത്ത് അടിച്ചാൽ മതി. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അറിയാതെ കൈ തട്ടി ബോൺവീലായപ്പോൾ അതാകുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ചാക്കി വെച്ചു. നമ്മൾ അത്രയും വെച്ച് കഴിഞ്ഞ് ഇനി ഇവിടുന്ന് 20 ബ്ലോക്ക് മേളിലോട്ട് പോകണം. കുറച്ച് സൂക്ഷിച്ച് ചെയ്യണം. ഫസ്റ്റ് ക്രൗച്ച് ചെയ്തിട്ട് ഇവിടുന്ന് 1 2 3 4 5 6 7 8 9 10
11 12 13 14 15 16 17 18 19 20 ഗൈസ് ഇത്ര ആക്കിയിട്ട് നീ ഇവിടുന്ന് എടുത്ത് ഒറ്റച്ചാട്ടം ചാടുക. എന്നിട്ട് ഇതേ സെയിം പരിപാടി അവിടെയും ചെയ്യണം. നീന്തി അങ്ങ് വരുവോ? വീണ്ടും അതുപോലെ തന്നെ ചെയ്യണം. 1 2 3 4 5 6 7 8 9 10 11 തീർന്നു 12 13 14 15 16 17 18 19 20 20 തവണയായി. എന്നിട്ട് ഇത് ബെഡ് റോക്ക് എഡിഷനിലും പോക്കറ്റ് എഡിഷനിലും ഇങ്ങനെ വെച്ചാൽ മതി, അങ്ങനെ പൊക്കോളും. പക്ഷെ ഇത് ജാവയ്ക്കകത്ത് നടക്കത്തില്ല. ജാവയ്ക്കകത്ത് ഇങ്ങനെ തിരിഞ്ഞിട്ട് വേണം ചെയ്യാൻ. ചില സമയത്ത് ഈ വേറെ ദിശയിലോട്ട് പോകും. അത് നിങ്ങൾ കറക്റ്റായിട്ട് വെച്ചാൽ മതി. ഈ സംഭവം ജാവയ്ക്കകത്ത് നടക്കത്തില്ല കേട്ടോ. ഈ സംഭവം ജാവയ്ക്കകത്ത് ഒരിക്കലും നടക്കാൻ പോകത്തില്ല. നമ്മുടെ ബെഡ് റോക്കിലും പോക്കറ്റിലും മാത്രമേ ഉള്ളൂ. ബെഡ് റോക്കും പോക്കറ്റും ഒന്നാന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഇത് കറക്റ്റ് അളവാണല്ലോ അല്ലേ? കറക്റ്റ് അളവാണെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ഇങ്ങനെ പോകാൻ ക്രൗച്ച് ചെയ്യുന്നത് നല്ലതാണ്. അല്ലതെ അവിടൊക്കെ ബ്ലോക്ക് ഉണ്ട്, ചിലപ്പോൾ അതേ തട്ടി ഇതുണ്ട്. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ചത്താറുണ്ട് ഡയമണ്ട് ആർമർ ആയിട്ട്. ഞാൻ മൈനിങ്ങിന് വേണ്ടി എടുത്ത് ചാടിയത്. അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ബ്ലോക്ക് ഒറ്റ കറക്റ്റ് എൻ്റെ കഷ്ടകാലത്തിന് അതേപോലെ തന്നെ ഇടിച്ചു. നൈറ്റ് ആകുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ പണി ഫുള്ള് തീർത്തിട്ട് പോവാം. പെട്ടെന്ന് തീർക്കാം. ഇവിടൊക്കെ ബ്ലോക്ക് ചിലപ്പോൾ ഇരിക്കും, ആ കുഴപ്പമില്ല. നമുക്ക് പിന്നെ നമ്മുടെ ആപ്പി കാസ്റ്റിന് മണ്ടേ കയറി. ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോക്കകത്തൊരു ചലഞ്ച് തരാൻ പോവാണ്. ഗൈസ് നിങ്ങൾ എൻ്റെ ആപ്പി കാസ്റ്റിന് ഒരു പേരിടുക. പേരിടുന്ന ആൾക്കാർക്ക് ഞാൻ ഒരു വെറൈറ്റി ഇവിടെ ആയിട്ട് ഞാൻ നെയിം ബോർഡ് എഴുതി വെക്കും. എന്നിട്ട് അതിനകത്ത് ഞാൻ മറ്റേ നമ്മുടെ ഗ്ലോയിങ്ങും അടിക്കും, പിന്നെ ഒരു ഡൈയും അടിക്കും വെറൈറ്റി ആയിട്ടിടുന്നവർക്ക്. പിന്നെ വെറൈറ്റി പേരുള്ളവരുടെ പേര് എന്തായാലും ഇട്ടിട്ട് അവിടെ ഗ്ലോയിങ്ങും പിന്നെ ഡൈയും അടിച്ചു വെക്കും. ഇതൊരു ഔട്ട്ലൈൻ വരച്ചു. അമ്മേ ഇവിടെ ഞാൻ ഫാക്കില്ല, അതുകൊണ്ടാന്ന് തോന്നുന്നു. അയ്യോ ഇവിടെ ഒന്ന് ടോർച്ച് വെച്ച് സ്പോൺ പ്രൂഫ് ആക്കണം. ക്രീപ്പർ മാറിക്കാം, അല്ലെ പൊട്ടിത്തെറിക്കും. നമുക്ക് വേഗം പോയി കിടന്നുറങ്ങിയിട്ട് വീണ്ടും അതുപോലത്തെ സെയിം ഔട്ട്ലൈൻ തന്നെ അതിന്റെ പുറകിലായിട്ട് ആക്കി വെക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3D ലുക്ക് കിട്ടും, അതുകൊണ്ടാണ്. സോംബിയൊക്കെ ഇവിടെ സ്പോൺ പ്രൂഫ് ആക്കാത്തോണ്ടാന്ന് തോന്നുന്നു. ഇവിടൊക്കെ ലൈറ്റ് ഒന്നും ചെയ്ത് വെക്കാം. ഇവിടെ ഞാൻ അങ്ങനെ ലൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെയായിട്ടൊന്നും ഇരിക്കട്ടെ. ഇവിടെയായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്കിനി കുറച്ചും കൂടെ വേണ്ടി വരും. നമ്മുടെ സ്റ്റോൺ ബ്രിക്സ് അവിടുന്ന് ഞാൻ ഇവിടുന്ന് ഒരു സ്റ്റാക്ക്, 2 സ്റ്റാക്ക് ഞാൻ ഇത്ര എടുത്തിട്ട് ഒന്നും കൂടി ഇതിൻ്റെ സെയിം സംഭവം തന്നെ പുറകിലോട്ട് ആക്കി വെക്കാൻ പോവാണ്. ഒരു സ്റ്റോൺ ബ്രിക്ക് അത് കയ്യിലോട്ട് എടുത്തിട്ട് ഇതേ സെയിം സംഭവം ഒന്നും കൂടെ പണിത് വെക്കാൻ പോവാണ്. ഇതൊരു 3D ലുക്ക് കിട്ടും ഗൈസ്, അതുകൊണ്ടാണ്.
ഗൈസ് ഇത് ഫുള്ള് ഞാൻ ഒരു 3D ലുക്ക് ഇതിന്റെ സെയിം സംഭവം തന്നെ വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ വെച്ചിട്ട് നമുക്ക് കാണാം. ഒക്കെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത്ര ഞാൻ 3D ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ലീവ്സ് വെക്കണം. ചിലപ്പോൾ ഈ എപ്പിസോഡ് കൊണ്ട് തീരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. 50% ആണ് ഗൈസ്. ബ്രൗൺ എന്നല്ലേ വേണ്ടി വീട് സ്റ്റെക്കായിരിക്കുകയാണ്. കൊന്നു ഗൈസ്. ഇവന്മാരുടെ അടുത്തൊന്നല്ലായിരുന്നു ട്രൈഡൻ്റ് ഒക്കെ കിട്ടുന്നത്. ഞാൻ ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ ബ്ലോക്ക് ഇങ്ങനെ വെച്ച് നമുക്ക് ഈ സൈഡല്ല, ഈ സൈഡ് കണ്ടു. ഈ വശത്തായിട്ടാണ് നമുക്ക് ലീവ്സ് വെക്കണ്ടേ. ഇവിടെ ഉള്ളിലൊരു 3D ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി സ്റ്റോൺ ബ്രിക്സ് ഇതിൻ്റെ ഉള്ളിലോട്ട് എടുത്ത് വെച്ചിട്ട് ഇവിടുത്തെ ഫുൾ ലീവ്സ് ഞാൻ ഇവിടുന്ന് എത്ര ലീവ്സ് എടുക്കുവാണ്, ഇത്രയും ലീവ്സ് ഞാൻ തൽക്കാലത്തേക്ക് എടുക്കുവാണ്. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെക്കാം. ഗൈസ് ഇതുപോലെ വെച്ച് കേൾക്കണം. ഗൈസ് ട്രൈഡന്റ് വെച്ചടിച്ച് പറഞ്ഞ് നാക്കെടുത്തില്ല, അപ്പത്തേക്കും ട്രൈഡന്റ് കൊണ്ടുവന്നു. എന്ത് കഷ്ടമായി ഇത്. എവിടുന്ന് അടിച്ചെന്ന് നോക്കാം. എവിടുന്ന് അടിച്ചു ഗൈസ്. നമുക്ക് എന്തായാലും ഒന്നും അറിയാത്തവരെ ബിൽഡ് ചെയ്തോണ്ടിരിക്കുക. ഇതേ ലെയർ തന്നെ വീണ്ടും വീണ്ടും ചെയ്തോണ്ടിരിക്കണം. കംപ്ലീറ്റ് ആവുമെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് ചെയ്യാം. അയ്യോ ഗൈസ് ഇത് ഞാൻ ഈ എപ്പിസോഡിൽ കംപ്ലീറ്റ് ചെയ്താലും ഞാൻ ഇപ്പം തന്നെ പേരെഴുതത്തില്ല, അതൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഇതൊക്കെ ചിലപ്പോൾ 12 സ്പീഡിലിടണം, അല്ലെ കട്ട് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചോളാം ഗൈസ്. അവിടെ കുറച്ച് എന്താ നെതറാക്ക് ഇരിപ്പുണ്ടാക്കി. ഞാൻ ആ പികാസിന്റെ തലയിൽ പോയി പൊട്ടിച്ചെടുത്തോളാം ഗൈസ്. ഞാൻ ഓർത്തു അടുത്ത എപ്പിസോഡ് വേണമെന്ന്, പക്ഷെ വന്നില്ല. ജസ്റ്റ് മിസ്സിന് എന്തോ ഭയത്തിന് എൻ്റെ അടുത്ത് ഇത്ര ഉണ്ടായിരുന്നു. ലാസ്റ്റ് 54 ബാക്കി ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കണം. അതൊക്കെ പൊട്ടിച്ചെടുക്കാം ഗൈസ്. മറ്റേ സ്പീറും പിടിച്ചു വരുന്നു. അവൻ ഭയങ്കര ഡേഞ്ചറാണ് ഗൈസ്. അവിടെ തിരിച്ചു പോകണം. അവനെ തല്ലിക്കൊന്നു ഗൈസ്. അയ്യോ ഞാൻ ഓർത്ത് ഒത്തിരി സമയം എടുക്കുമെന്ന്, പക്ഷെ ടോട്ടൽ 10-15 മിനിറ്റ് എടുത്തുള്ളൂ ഗൈസ്. ഓക്കെ, നമുക്ക് നാളെ തൊട്ടിനി തുടങ്ങാം. ഇത് എന്താ പേരെഴുതൽ ചടങ്ങൊക്കെ ഗൈസ്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമന്റ് ഇടുക, നിങ്ങളുടെ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഹാപ്പി ഗാസിന്റെ പേരാണ് നിങ്ങളുടെ ചാലഞ്ച് ഗൈസ്. ആരാണോ വെറൈറ്റി പേരിടുന്നത് അവരുടെ പേരും എഴുതും. പിന്നെ ആ പേരെഴുതുന്ന അവിടെ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡൈയും പറഞ്ഞേക്ക്. പേര് നിങ്ങളുടെ കളറ് പറഞ്ഞേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ കളർ ഞാൻ ഇതാക്കും. നിങ്ങൾ ഫസ്റ്റ് ഹാപ്പി ഗാസിന്റെ പേര് എഴുതുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും പറയുക. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ വെറൈറ്റി ഹാപ്പി ഗാസിന് നല്ലൊരു പേരിടുന്നവർക്ക് ഞാൻ അവരുടെ പേരും എഴുതുക, എന്നിട്ട് ഡൈയും അടിക്കും, എന്നിട്ട് ഗ്ലോയിങ് വെച്ച് ഇതുവാക്കും. മനസ്സിലായല്ലോ? വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് അടിക്കണേ. പിന്നെ നിങ്ങൾക്ക് പേര് തമ്മിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് നിങ്ങളെ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ബൈ.